ഹലോ ഗൈസ്, കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് ചെറിയൊരു ഫിഷിംഗ് ഇറങ്ങിയാണ്. നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു കുളത്തിലാണ് കേട്ടോ ഇത്. നേരത്തെ ഇവിടെ കുറെ ഹൈബ്രിഡ് സിലോപ്പി വളർത്തു മീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പിടിച്ചോണ്ട് പോയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാം ഏതാണ്ട് ഈ ഒരു സൈസിലുള്ള സിലോപ്പിയാണ്. ചിഞ്ചുവിന് മീൻ പിടിക്കാനുള്ള മൂടില്ല എന്ന് പറഞ്ഞിട്ട് മീനൊക്കെ വാങ്ങിച്ചു വെച്ച് നൈസ് ആയിട്ട് ഒതുങ്ങിയിരിക്കുകയാണ് അവള്. അപ്പോൾ അതുപോലെ തന്നെ അച്ചു അതാ ഒരു സൈഡിൽ നിന്ന് തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാനത്ത് കണ്ണിയെ പോലും പിടിക്കാൻ അറിഞ്ഞിട്ട് അത് വന്ന അച്ചു അതാ ഇപ്പൊ ഫിഷിംഗ് അതാ പക്ക പ്രോ ആയി. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെക്കാളൊക്കെ കൂടുതലായിട്ട് മീൻ പിടിക്കുന്നത് അവളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊക്കെ ഓരോ ജോലിയിൽ ഏർപ്പെടുമ്പോഴും നമ്മളെ കുഞ്ഞുമറിയത്തിന് നോക്കാനായിട്ട് ഒരാൾ വേണം. ആ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് ആനന്ദു. മീനിന്റെ ആക്ടിവിറ്റി നല്ലതുപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കുളത്തിൽ നിന്ന് പെട്ടെന്ന് മീൻ കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള പൊടി മീനുകളെ സിലോപ്പിയൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മൈദയും കാലിത്തീറ്റയാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, ഈ ഒരു ബൈറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതും പോയിട്ട് ചൂണ്ട കിട്ടുമ്പോൾ അതിന്റെ ബൈറ്റ് പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പൊടുക്കുകയും ഇവിടെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ മീൻ പിടുത്തമല്ല ഒളിഞ്ഞിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വന്തംകുട്ടൻ. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇന്നും അതാ ഷിവിന് ഏറ്റവും വലിയ മീനിനെ പിടിച്ച് കരയെ കയറ്റി. ഏറ്റവും ചെറിയ ഹുക്ക് ഇട്ടാലും അതിനെക്കാട്ടും ചെറിയ വായുള്ള മീനിനെ മാത്രമേ ഇവൻ പിടിക്കുള്ളൂ. അതാണ് ഇവന്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യം ഇവനെ എല്ലാവരും കൂടെ ഊക്കി ഏറി കയറ്റി. തുടക്കമേ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഷിബിൻ ഇന്നും നിലത്തിറങ്ങാൻ സമയം കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും പറ മീൻ കിട്ടുന്നുണ്ട്, എനിക്ക് മീൻ പിടിക്കാനുള്ള ചെറിയൊരു തൊര. അങ്ങനെ എനിക്കും കിട്ടി പടപടക്കണം നല്ല കിടില സിലോപ്പി. ഇത്രയും നേരം എല്ലാവർക്കും കിട്ടിയതിനെക്കാട്ടി അത്യാവശ്യ സൈസുള്ള സിലോപ്പിയാണ് എനിക്ക് കിട്ടിയത്. ഗിഫ്റ്റ് സിലോപ്പി അപേക്ഷിച്ച് ഇതൊന്നും വലിയ സൈസ് അല്ല. പക്ഷേ ഹൈബ്രിഡ് സിലോപ്പിക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഹൈബ്രിഡിന്റെ ഗുണം കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സിലോപ്പി ഈ ഒരു സൈസേ ഉള്ളൂ. ഞാനും അച്ചും കൂടെ ചെറിയൊരു പന്തായം വെച്ചാണ് ആർക്കാണ് ആദ്യം മീൻ കിട്ടുന്നത്. പക്ഷേ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചാണ് മീൻ കിട്ടിയത്. കഷ്ടകാലത്തിന് അവക്കാറ്റ് ആദ്യം മീൻ കിട്ടിയിരുന്നത് എന്റെ കയ്യിൽ നിന്ന് 100 രൂപ കിളിയായിരുന്നു. എല്ലാവരും മീൻപിടുത്തത്തിൽ മുഴുകിയെന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകണമെന്ന് ആരും ശ്രദ്ധിച്ചില്ല. എവിടെ മീൻ പിടിക്കാൻ പോയാലും നമ്മൾ തിരിച്ച് ഇരുട്ടുവാകിനെ തിരിച്ച് വീട്ടിൽ കയറാറുള്ളൂ. അത് പിന്നെ പതിവായതുകൊണ്ട് തന്നെ നമ്മൾ മീൻ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു സമയം തെറ്റി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കോൾ വരുള്ളൂ. ഈ പറയുന്നത് ആർക്കൊക്കെ ക്ലിക്കാവും അറിയില്ല. ഈ ഫിഷിംഗ് ഒക്കെ ഒരു ക്രൈസ് ആയി കഴിഞ്ഞാൽ എത്ര സമയം ആയി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ മീൻപിടുത്തം എല്ലാം മുറിവ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു മഴ എടുത്ത് എത്തി. ഫാമിലി ആയിട്ട് മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഫുൾ സെറ്റപ്പോടെ പോകാറുള്ളൂ. അങ്ങനെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി അവിടെ നേരെ വീട്ടിലേക്ക്. നമ്മളെല്ലാം കൂടെ ഇന്ന് ആ കുളത്തിൽ നിന്ന് പിടിച്ച് കയറ്റിയ മീനാണ് കേട്ടോ ഇത്. ഇതിലുള്ള കുറെ അധികം മീനുകൾക്കൊക്കെ ഇപ്പോഴും ജീവനുണ്ട് കേട്ടോ. എല്ലാ മീനുകളെ നമ്മൾ കുക്കിങ്ങിന് എടുക്കാറില്ലേ. ഇതിലുള്ള പൊടി മീനിനെല്ലാം നമ്മൾ വളർത്തുന്ന മോൺസ്റ്റർ ഫിഷിന് വേണ്ടി ഫീഡ് ചെയ്യാനാണ് എടുക്കുന്നത്. നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനത്തെ മീനൊക്കെ കഴിച്ച് ശീലിച്ചുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് പുഴ മീനാണോ കടൽ മീനാണോ ഇഷ്ടമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.